ദിവസമായിട്ട് രാവിലെ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനും അമ്മയും കുഞ്ഞും മാത്രമേ പോകുന്നുള്ളൂ. ചേട്ടൻ ജോലിക്ക് പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി അമ്പലത്തിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ പറയിടക്കമായിരുന്നു. പിന്നെ നമ്മുടെ അമ്പലത്തിൽ ആനയാണിത്, മണികണ്ഠൻ, അവനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അത് കെട്ടുകാഴ്ചയ്ക്ക് വേണ്ടി വേറെ 2 ആനയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തൊഴുത് അർച്ചനയൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ വന്നു. അവിടെ വന്നിട്ട് ആളെ നിർത്തി ഒരു ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ ഒരു തരത്തിൽ അവൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പം ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഉടുപ്പ്. അന്ന് തൊട്ടേ പറയിടുമ്പം ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരണം നിൽക്കുന്നുണ്ട്. അവൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഭയങ്കര കളിയിലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ച് കാപ്പിപ്പൊടിയെല്ലാം കഴിഞ്ഞ് അച്ഛനും അമ്മയും പാചക പരിപാടിയിലോട്ട് കഴിഞ്ഞ് ബിരിയാണി വെക്കാനുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിരിയാണി വെക്കാനാണെന്ന്. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ബിരിയാണിയൊക്കെ റെഡിയായി. ചേട്ടനും കൂട്ടുകാരനും കൂടെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ കഴിച്ചിട്ട് അവർ നേരെ തിരിച്ച് ജോലിക്ക് പോയി. ഞങ്ങൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരുങ്ങി കെട്ടുകാഴ്ച കാണാൻ പോവുകയാണ്. അമ്പലത്തിൽ കെട്ടുകാഴ്ച വരണമെങ്കിൽ ഒരു 10 മണിയൊക്കെ ആവും. നമ്മൾ റോഡിൽ പോയി നിന്ന് കാണാം. അങ്ങനെ ഞാനും അമ്മയും അച്ഛനും കുഞ്ഞുമായിട്ട് പോയി അവിടെ ചെന്ന് കെട്ടുകാഴ്ചയൊക്കെ കണ്ടു. വിശ്വാസമില്ലായിരുന്നു. മരണം ഞങ്ങളുടെ മേൽ ചുവട് വെച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ ശത്രുവിനെ മാരിയമ്മന്റെ മുന്നിൽ വെച്ചവൻ കഴുത്തറത്തില്ലേ. അന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ മരണത്തിന് മുന്നിൽ ചുവട് വെച്ചാടി. അവൻ വാള് വീശി വന്നപ്പോ ഒരു കാറ്റുയർന്നു സാർ. ഒരു ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ.